ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പവിത്രം നമ്മളെയൊക്കെ ഭയങ്കര നിരാശപ്പെടുത്തിയാണ് ആ ഒരു സീസൺ 1ന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ് ചുരുക്കിക്കൂട്ടി വിട്ടത് അല്ലെ പ്രേക്ഷകർ. ഇതിന് പിന്നിൽ വേറൊരു വലിയ കാര്യം എന്താന്ന് വെച്ചാല് ഇത് പല അന്യഭാഷകളിലുമുണ്ട്. എന്താ പറയാ, ബംഗാളിയിലുണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്, തെലുങ്കിലുണ്ട്. അപ്പൊ എല്ലാ ഭാഷയിലും ഈ ഒരു പരമ്പര ഇത്രയും ഉള്ളൂ. ഇവിടെ വെച്ച് എല്ലാം ക്ലൈമാക്സ് ആണ്. പക്ഷേ നമ്മുടെ മലയാളത്തിൽ ഇനി ഇതിന്റെ രണ്ടാം ഭാഗം ഷൂട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പര അത് പെട്ടെന്ന് ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അത് എന്താ പറയാ, ഭയങ്കരമായിട്ട് അവരെയും ബാധിക്കും, നമ്മൾ പ്രേക്ഷകരെയും ബാധിക്കും എന്നൊരു നിലയിലാണ് ഇപ്പൊ അതിന്റെ രണ്ടാം ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ആ രണ്ടാം ഭാഗം വരുന്നത് മെയ് 18-ാം തീയതിയാണ്. അത്രയും ദിവസം നമ്മൾ ഗ്യാപ്പ് ഇട്ട് കാത്തിരുന്നേ മതിയാവൂ. അപ്പൊ ഇനി എന്തായിരിക്കും കഥ വരാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. ഇനി ആ എല്ലാ ഭാഷകളിലെയും കഥ ഇവിടം വെച്ചാണ് അവസാനിക്കുന്നത്. പക്ഷെ നമ്മുടെ മലയാളം മാത്രം ഇപ്പൊ രണ്ടാം ഭാഗം തുടരുകയാണ്. അതിൽ നമ്മുടെ വേദയ്ക്കും വിക്രമിനും കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ നമ്മുടെ വേദ വളർത്തുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെ ആയിരിക്കും രണ്ടാം ഭാഗത്തിൽ വരാൻ പോകുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വിക്രത്തിനെ ആര് പുറത്തിറക്കും? ദർശനാണെങ്കിൽ കട്ടക്കലിപ്പാണ്, കട്ട വാശിയിലാണ്. തന്റെ അച്ഛനെ കൊന്നവനെ ഒരിക്കലും പുറത്തിറക്കില്ല എന്ന് നമ്മുടെ ദർശൻ വെല്ലുവിളിക്കുന്നുണ്ട് കഴിഞ്ഞൊരു എപ്പിസോഡിൽ അല്ലേ. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ വേദ എവിടെ നിൽക്കും? നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. സ്വന്തം സഹോദരനാണെങ്കിൽ വേദയെ കൊല്ലാൻ വേണ്ടി നടക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളിലാണ് അല്ലേ. അപ്പൊ വേദയും കുഞ്ഞും കൂടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വേദ എങ്ങനെയും കഷ്ടപ്പെട്ട് കുഞ്ഞിനെയൊക്കെ വളർത്തുന്ന ഒരു രംഗങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ടാം ഭാഗത്തിൽ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.